അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മോൾക്ക് അച്ഛൻ തന്നെ ഭക്ഷണമായി തരാം. അച്ഛൻ എനിക്ക് ആഹാരം. അതെന്താ, അച്ഛൻ മരുന്ന മോള് ഭക്ഷണം കഴിക്കില്ലേ? കഴിക്കൂ അച്ഛ. ഇതളേ പൊന്നിതളേ ഇനി പൂമടിയിൽ പുലരി താരകമായി പൂത്തുണരാലോ. മഴയെ മഞ്ഞളയെ കുളിരിന്നുമ്മയുമായി കനവിൻ നീ വഴിയിൽ കാത്തു നിൽക്കാമോ. മുകിലൊരു വാർമഴവിൽ മെനയുകയായരികെ വിരിയുകയായി താക്കിനാപ്പൂനിരാ. കയ്യിൽ വന്ന കൺമണിപ്പൂവേ, നെയ്യിൽ ചാഞ്ഞ പൊന്മണി കുഞ്ഞേ. ഇതളേ പൊന്നിതളേ പൂത്തുണരാലോ. അച്ഛനോട് ക്ഷമിക്കും മോളെ. എനിക്ക് കണ്ണിലും മനസ്സിലൊക്കെ ഇത്രയും നാൾ ഇരുട്ടായിരുന്നു. ഈ എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും. അച്ഛനും അത് ആസ്വദിച്ച് തുടങ്ങി മോളെ. ഇപ്പോ മോള് ഭക്ഷണം കഴിക്കാം. കുടിക്കാം. എന്താ മോളെ? ഒന്നുമില്ല അച്ഛ. എനിക്ക് മനസ്സിലായി നീ ഇപ്പോ എന്താ ആലോചിച്ചെന്ന്. സോറി മോളെ, ഞാൻ നിന്നോട് വളരെയധികം വിദ്വേഷത്തോടെ പെരുമാറിക്കൊണ്ടിരുന്നു. എനിക്കറിയില്ല മോളെ, എല്ലാം എന്റെ തെറ്റാ മോളെ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം അച്ഛന്റെ തെറ്റായിരുന്നു. അച്ഛ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ചോദിക്കും മോളെ. അച്ഛന് എപ്പോഴാ ശരിക്കും എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയത്? ശരിയാണല്ലോ, എപ്പോഴായിരുന്നു അറിയില്ല. ഞാൻ എന്റെ മോളോട് എന്ത് പറയും? എന്താ അച്ഛ? മോളെ, അത്
എന്താ പറയേണ്ടതെന്ന് അച്ഛനൊരു ഉത്തരം കിട്ടുന്നില്ല. അച്ഛന് ഓർമ്മയുണ്ടോ? എന്റെ ചെറുപ്പത്തില് അച്ഛൻ തിരക്കുകളെല്ലാം കഴിഞ്ഞ് വരുമ്പോ ചിലപ്പോ ഒരുപാട് ലേറ്റ് ആവും. അന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഉറങ്ങാതെ അച്ഛന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അന്നെനിക്ക് ചെറിയമ്മയായിരുന്നു ഭക്ഷണം തന്നിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് മോളെ. അന്നൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛന്റെ മടിയിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ. പക്ഷെ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പക്ഷെ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ മോള് ഞാന്. ആർക്കാച്ച ഇങ്ങനൊരു ഭാഗ്യം കിട്ടുന്ന? അച്ഛൻ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും അച്ഛന്റെ സ്നേഹം കിട്ടാതെ വർഷങ്ങളോളം തപസ്സിരുന്ന് ആ സ്നേഹം കിട്ടുന്നൊരു നിമിഷമുണ്ടല്ലോ, ആ സ്നേഹം ലഭിക്കുമ്പോൾ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ഈ ലോകത്ത് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ കാര്യത്തില് ഞാൻ അഹങ്കരിക്കുന്നുണ്ട് അച്ഛാ. ഞാൻ അച്ഛനെ വിഷമിപ്പിച്ചെങ്കിൽ സോറി. നിന്റെ ആ സന്തോഷം എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ സന്തോഷത്തെക്കാൾ കൂടുതൽ എനിക്ക് സങ്കടമാണെന്ന് നീ മനസ്സിലാക്കിയില്ലേ? നീ എന്നെ സമാധാനിപ്പിക്കാൻ നോക്കല്ലേ? അല്ലച്ച, ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. എനിക്ക് മനസ്സിലായി. ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന നീ ഞാനും ഇവിടെ ഇരുന്ന് കരയും. അതുകൊണ്ട് വന്നേ, കൈ കഴുകാം. റോഹന്റെ കാര്യം ഒരുപാട് കാലത്തിന് ശേഷം അച്ഛൻ എന്നോട് ഇത്രയും സ്നേഹത്തോടെ സംസാരിക്കുമ്പോ ഇപ്പൊ ഞാൻ റോഹന്റെ കാര്യം സംസാരിച്ചാ വേണ്ട, അത് ശരിയാവില്ല. ഇതിപ്പോ ഇങ്ങനെ തന്നെ പോട്ടെ. എന്റെ എല്ലാ പ്രാർത്ഥനകളും കേട്ടിട്ടുള്ള, എന്റെ വിഷമങ്ങളും മനസ്സിലാക്കി എന്നെ സഹായിച്ചിട്ടുള്ള ദൈവങ്ങൾ തീർച്ചയായിട്ടും റോഹന്റെ കാര്യം അച്ഛനോട് പറയാനും ഒരു സാഹചര്യം ഉണ്ടാക്കി തരും. അതുവരെ കാത്തിരിക്കാം. നമ്മളൊക്കെ മനസ്സിൽ പ്രതിഷ്ഠിക്കുന്ന ചില വിഗ്രഹങ്ങളുണ്ട്. സമയത്തിന് ഉപകരിക്കാതെ പാഴായി പോകുന്ന വിഗ്രഹങ്ങളൊക്കെ മാറ്റി പ്രതിഷ്ഠിക്കുന്നതിലെ ഒരു തെറ്റൊന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ വർമ്മ സാറിനും അതൊക്കെ ബോധ്യായി കാണും. നമ്മുടെയൊക്കെ പേരിൽ എന്തെങ്കിലും ആരോപണം ഉണ്ടായാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ദൈവം ഒരാളെ നിയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എന്റെ പേരുള്ള ഈ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് തെളിയിക്കാനായി ദൈവം എനിക്കായി നിയോഗിച്ച ആളാ ഈ നിൽക്കുന്ന റോഹൻ. ഋതിക മാഡം ആണല്ലോ. ഹലോ മാഡം. ഹലോ രാജു, രാജു എവിടെയാ? ഞാൻ വീട്ടില്. എന്തുപറ്റി മാഡം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. ഞാൻ രാജുവിനോടൊന്ന് സംസാരിക്കാൻ കോൾ ചെയ്തതാ. ആ പറയൂ മാഡം. രാജുവിന് വിഷമമായി കാണുമെന്ന് എനിക്കറിയാം. അച്ഛന്റെ കാര്യത്തില് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശയൊന്നും വേണ്ട. അച്ഛൻ ആ പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് രാജു ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. രാജു വെറുതെ നടന്നതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മാഡം, എനിക്ക് അങ്ങനെയുള്ള ഈഗോ പ്രോബ്ലംസ് ഒന്നുമില്ല. റോഹൻ കൃത്യസമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിച്ച് വർമ്മ സാറിനെ വലിയൊരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അല്ലെങ്കിലും എല്ലാവർക്കും നന്മകൾ മാത്രം ചെയ്യുന്ന വർമ്മ സാറിനെ ദൈവം കൈവിടില്ല മാഡം. റോഹന്റെ രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ വർമ്മ സാറിന് ദൈവം കൈ കൊടുക്കുമായിരുന്നു. രാജു, റോഹൻ അച്ഛനെ രക്ഷപ്പെടുത്തിയതില് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ആ കാര്യം കൂടെ രാജുവിനോട് സംസാരിക്കാനാ ഞാനിപ്പോ രാജുവിനെ കോൾ ചെയ്തത്. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട് രാജു, ഒരു വലിയ പ്രശ്നമുണ്ട്. അന്ന് ഞാനും റോഹനും റെസ്റ്റോറന്റിൽ പോയതേ രാജു ഓർക്കുന്നില്ലേ? അന്ന് ഞങ്ങൾ തമ്മില് എന്താ സംസാരിച്ചതെന്ന് രാജുവിനറിയാമോ? ഇല്ല മാഡം. പക്ഷെ അന്ന് ഞാൻ അത്രയൊക്കെ പറഞ്ഞിട്ടും വീട്ടിലേക്ക് തിരിച്ചു വന്ന റോഹൻ അതിനൊക്കെ വിപരീതമായിട്ടാ എന്നോട് പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞതൊക്കെ അച്ഛനോട് തുറന്നു പറഞ്ഞ് ഈ വീട്ടിലൊരു ഭൂകമ്പത്തിന് തിരികൊളുത്തുമെന്ന് ഞാൻ ഭയന്നപ്പോ എല്ലാം മറച്ചു വെച്ച് ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ റോഹൻ പെരുമാറി. അത് റോഹന്റെ നല്ല മനസ്സായതുകൊണ്ടൊന്നും അല്ല. അവന്റെ ഉള്ളില് എന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. നമ്മളീ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും ഒന്നും അവന്റെ യഥാർത്ഥ മുഖമല്ല. അവൻ അണിഞ്ഞിരിക്കുന്ന നന്മ നിറഞ്ഞവന്റെ മുഖംമൂടിക്കുള്ളില് ഒരു ചെകുത്താനുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. മാഡത്തിന് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം. മാഡം ഇപ്പൊ സമാധാനായിട്ടിരിക്കുക. അച്ഛൻ യാത്ര ചെയ്ത കാറില് എങ്ങനെ മയക്കുമരുന്ന് വന്നു എന്ന് രാജു കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും മാഡം, ഞാനത് കണ്ടുപിടിച്ചിരിക്കും. ശരി രാജു. ശരി മാഡം. ആ അളിയാ, എനിക്ക് അളിയനോടൊന്ന് സംസാരിക്കണം. അളിയ ഫ്രീ ആണോ? എന്താ കാര്യം? ആ അളിയ, ഞാൻ വളച്ചു ചുറ്റില്ലാത്ത കാര്യം പറയാം.
അളിയൻ ഇങ്ങനെ എപ്പോഴും ആ ഋതിക മേഡത്തെ ഫോൺ വിളിച്ച് അവരെ കാര്യത്തിൽ ഇടപെട്ട് സമയം കളയാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. ഓ, അപ്പൊ ഞാൻ ഇത്രയും നേരം ഫോണിൽ സംസാരിക്കുന്നത് മാറി നിന്ന് കേൾക്കുമായിരുന്നു. എന്ത് ചീപ്പ് പരിപാടി അളിയത്. അല്ല, അളിയൻ ഇത്രയും നാളും ഋതിക മാഡത്തിന്റെ വക്കാലത്തും പിടിച്ച് എന്നെ കൊണ്ട് മാഡത്തെ വിവാഹം കഴിപ്പിക്കാൻ നടക്കുമായിരുന്നല്ലോ. ഇപ്പൊ എന്താ അളിയന് പുതിയൊരു മാറ്റം? അളിയൻ എന്നെ കൊണ്ട് ഋതിക മാഡത്തിന് വിവാഹം കഴിപ്പിക്കണ്ടേ? വേണ്ട, അളിയെ രമ്യയെ വിവാഹം കഴിച്ചാൽ മതി. രമ്യ വിവാഹം കഴിക്കാനോ? അളിയൻ എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? എന്താ ഇവിടെ ഒരു ബഹളം? എന്താ രാജു, എന്താ ജയ? അല്ല, അളിയന്റെ ഭാവി ജീവിതത്തിന്റെ കാര്യത്തിലേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്ത് തീരുമാനം? അല്ല, അളിയൻ ഇങ്ങനെ മേഡത്തിന്റെ പിന്നാലെ നടന്ന സമയം കളയാതെ രമ്യയെ വിവാഹം കഴിക്കണമെന്ന എന്റെ അഭിപ്രായം. ആ കാര്യങ്ങളൊക്കെ അളിയനോട് സംസാരിക്കായിരുന്നു. രമ്യയെ കൊണ്ട് രാജുവിനെ വിവാഹം കഴിപ്പിക്കണമെന്ന്. ആ, അച്ഛാ, അളിയനെ ഇവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? ഡാ, നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഇവന് ദേഷ്യം പിടിപ്പിക്കണേ? ആവശ്യമുള്ള കാര്യങ്ങൾ എന്താ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാനുള്ള പ്രായവും പക്വതയും എനിക്കില്ലെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? അളിയന്റെ നല്ല ഭാവിക്ക് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും. എല്ലാവരും മര്യാദയ്ക്ക് അതൊക്കെ അനുസരിച്ചാ മതി. ഡാ, നീ അഭിപ്രായം പറയുന്നത് രാജുവിന്റെ ജീവിതത്തിലാ. നിനക്ക് എന്റെ മകളെ കെട്ടിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എന്റെ മകന്റെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയാൻ നിനക്കെന്നല്ല ആർക്കും അവകാശമില്ല. അല്ലെങ്കിലും ഈ നാശം പിടിച്ച വീട്ടില് നല്ലത് പറഞ്ഞ ആരെങ്കിലും കേക്കോ? നാശം പിടിച്ച വീടാ. എന്റെ കുടുംബത്തെ കുറിച്ച് നീ എന്ത് ഭാഷയാണ് പറഞ്ഞത്? ഇത് നാശം പിടിച്ച വീടാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നീ ഇപ്പൊ ഇറങ്ങിപ്പോക്കോളണം. എന്റെ വായൊന്നും ഭാഷ നീ കേട്ടതല്ലേ? നീ ജയനെ വിളിച്ച് റൂമിലേക്ക് പോ. വീട് ചേട്ടൻ വന്നേ. എടാ, നീ അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. അവൻ വല്ല കള്ളും വലിച്ചു കയറ്റിയിട്ടുണ്ടാവും. അവൻ ഇനി ഇങ്ങോട്ട് വരാതെ ഞാൻ നോക്കിക്കോളാം. നീ സമാധാനായിട്ടിരിക്കേ. നീ വാ. ഇങ്ങനെ മനുഷ്യന് സമാധാനം തരാത്ത ഒരുത്തനെയാണല്ലോ ദൈവമേ എന്റെ മകളെ കെട്ടിച്ചു കൊടുത്തത്. നീ വാടി. ചേച്ചി, ചേച്ചി ഇതുവരെ കിടന്നില്ലേ? കിടക്കാൻ തുടങ്ങുമായിരുന്നു. ഇത് പ്രഷറിന്റെ ഗുളിയാണല്ലോ. അതെ. അല്ല, ചേച്ചി പ്രഷറിന്റെ ഗുളിയെ കഴിക്കാൻ തുടങ്ങിയോ? കഴിച്ചല്ലേ പറ്റൂ പ്രതാപ. കാരണം ഇവിടെ നടക്കുന്നതെല്ലാം മനുഷ്യന്റെ പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളല്ലേ. ചേച്ചി പറഞ്ഞത് കറക്റ്റാ. എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യുമ്പോ അറിയാതെ പ്രഷർ കൂടിപ്പോവും. എന്നെ തന്നെ കണ്ടില്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളാ പുറത്ത് ഫേസ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിലെ വീട്ടിലുള്ള പ്രഷർ. ചേച്ചിക്കറിയാലോ, എന്റെ ഏറ്റവും വലിയ പ്രഷറാ ഋതികയുടെ വിവാഹം. എന്തായാലും എനിക്ക് ആ ഒരു പ്രഷറിൽ നിന്നൊരു മുക്തി കിട്ടാൻ പോവല്ലേ, അതിന്റെ ഒരു സമാധാനമുണ്ട്. നീ ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ഇപ്പോ റോഹനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഉറപ്പിച്ചല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. റോഹൻ മിടുക്കനാ, നല്ലൊരു ചെറുപ്പക്കാരനാ. അവനെ പോലൊരു പയ്യന്റെ ബന്ധം എന്റെ മകൾക്ക് കിട്ടിയത് ഒരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഞാൻ അവനെ കുറിച്ചൊന്ന് അന്വേഷിച്ചു. ഇക്കാലത്ത് ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുകിട്ടാൻ ഒരു സാധ്യതയില്ല. സത്യം പറഞ്ഞ എന്റെ മകൾ ഭാഗ്യവതിയാ.
അവളെ ഒരു കുറവും കൂടാതെ പൊന്നുപോലെ നോക്കും അവൻ. അതെനിക്ക് ഉറപ്പുണ്ട്. ഹ, ഇതിൽ കൂടുതൽ ഒരു അച്ഛൻ എന്താ വേണ്ടത് ചേച്ചി? സത്യം പറഞ്ഞ അവളൊരു പാവല്ലേ. അവൾക്ക് നമ്മൾ കൊടുക്കേണ്ടതും അവളെ നന്നായി കെയർ ചെയ്യുന്നൊരു പയ്യനെയല്ലേ. പ്രതാപ, ഇത്രയും കാലം ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പൊ നിനക്ക് ഋതികയോടുള്ള മനോഭാവം. ഇപ്പൊ അവളില്ലാതെ നീ ഉണ്ണില്ല, ഉറങ്ങില്ല, അങ്ങനൊരവസ്ഥയായല്ലേ? അവൾ എന്റെ മകളല്ലേ ചേച്ചി. അവളെ എനിക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട്. ഇത്രയും നാളും നിനക്ക് ദുഃഖം മാത്രം തന്ന മകളാ അവള്. ആ അവളെ നിനക്ക് ഇനിയും ദുഃഖം തരും പ്രതാപ. നീ ഇനി എത്ര കൊതിച്ചാലും അവള് നിനക്ക് ദുഃഖം മാത്രമേ തരൂ. അത് നീ മനസ്സിലാക്കിയ നിനക്ക് നല്ലത്.